എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അതായത് മെയ് 20-ാം തീയതി അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, അതുപോലെ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അതായത് മെയ് 20-ാം തീയതിയുടെ +1 പ്രവേശനത്തിനായിട്ടുള്ള അതായത് ഹയർ സെക്കൻഡറി അപേക്ഷകൾ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷകളും ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണെന്ന് പറയാം. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതില്ല. കാരണം പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നടത്തുന്ന അലോട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൊണ്ട് കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ പല വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അവർക്ക് കിട്ടാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന ലിങ്കാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ലിങ്കാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പിന്നീട് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക, അതായത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് പ്രവേശിക്കുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പ്രൊഫൈലാണ് കാണാൻ പറ്റുക. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് വ്യൂ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടായിരുന്ന സ്കൂളുകളിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ലാസ്റ്റ് വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ അവിടുത്തെ ആ ഒരു റാങ്ക് വ്യത്യാസം അതുപോലെ തന്നെ അവരുടെ റാങ്കും നിങ്ങളുടെ റാങ്കും നോക്കിയിട്ട് അത് തമ്മിൽ എത്ര റാങ്ക് വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പുതുതായിട്ടുള്ള സ്കൂൾ കോഴ്സ് എന്നിവ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പേര് ചില സമയത്ത് മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ചില സമയത്ത് പേര് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേര് അതായത് നിങ്ങളുടെ നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ പേര് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് എടുത്താൽ മതി. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ അതായത് ബർത്ത് സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പേര് തെളിയിക്കാനായിട്ട് അഡ്മിഷൻ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേര് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. കാരണം പല വിദ്യാർത്ഥികളുടെയും പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യം നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അത്
കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകുന്നുണ്ടെങ്കിൽ, അതായത് പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സ് നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഒഴിവാക്കി പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഏതൊക്കെ ആ ഒരു സ്കൂളുകളാണ്, ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾ മുൻഗണനാ ക്രമത്തിൽ നൽകണം, ഏത് കോഴ്സിനാണ് മുൻഗണന നൽകേണ്ടത് എന്നത് അനുസരിച്ച് നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും മുൻവർഷം ഓരോ ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് എനിക്ക് കുറച്ചുകൂടി ഓപ്ഷൻ കൊടുക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു 10 ഓപ്ഷൻസ് എങ്കിലും മിനിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്കായിരിക്കണം പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കേണ്ടത്. താല്പര്യമുള്ള കോഴ്സുകളിലെ എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന എല്ലാ സ്കൂളുകളും ആയിരിക്കണം ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ വളരെ ദൂരെയുള്ള സ്കൂളിലൊന്നും ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ ട്രയൽ റിസൾട്ട്സ് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങളോട് അതിലുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ, അത് ലോഗിൻ ചെയ്ത ശേഷമുള്ള ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൻഡ് OTP എന്നുള്ളൊരു ആ ഒരു മെസ്സേജ് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ OTP നൽകണം. അതിനായിട്ട് ഉള്ള OTP നിങ്ങളുടെ ഫോണിലേക്ക് വരാനായിട്ട് സെൻഡ് OTP എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് OTP നൽകാനുള്ളൊരു ബോക്സും അതുപോലെ തന്നെ സബ്മിറ്റ് OTP എന്നുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേജിൽ നിങ്ങളുടെ OTP, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്രീനിൽ ഒരു മെസ്സേജ് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്ത് തരത്തിലുള്ള എഡിറ്റും ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കൺഫർമേഷൻ ചെയ്യണം. കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതല്ല. അത് അടുത്ത അലോട്ട്മെൻറ്റിലായിട്ട് ആ ഒരു എഡിറ്റും കാര്യങ്ങളൊന്നും പരിഗണിക്കില്ല എന്നാണ് ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗോയിറ്റ് അല്ലെങ്കിൽ ഓക്കെ എന്നായിരിക്കും അതിൽ ഓപ്ഷൻ ഉണ്ടാവുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുക, എഡിറ്റ് ചെയ്യാനുള്ള പേജ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു പേജിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പേജിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് യെസ് എന്നോ നോ എന്നോ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസിൻ്റെ ഈ ഒരു ബോക്സ് ഒന്നും ടിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിൽ ബോണസ് പോയിൻ്റ് കിട്ടത്തില്ല എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യെസ് ആണ് എങ്കിൽ ഇവിടെയുള്ള ഒരു ബോക്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതാലോചിച്ച് പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് ഉള്ളതുകൊണ്ടാണ് +1ൽ ബോണസ് പോയിൻ്റ് ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് 10ാം ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അതായത് ഗ്രേസ് മാർക്ക് 10ാം ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ഇവിടെ നോ എന്നാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഏത് ബോക്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെയുള്ള ഒരു ബോക്സും ബോണസ് പോയിൻറ്റിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാലോചിച്ച് പേടിക്കേണ്ടതൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം. പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര് കൊടുത്തത് കാണാം. പേര് നിങ്ങൾക്ക് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ചില സമയത്ത് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേജിലേക്ക് വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ചില സമയത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ അഥവാ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ പേര് തെളിയിക്കാനായിട്ട് നിങ്ങൾക്കൊന്നുകിൽ ആധാർ കാർഡിൻ്റെ കോപ്പി, അതല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൾറെഡി കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൽ നിങ്ങളുടെ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള, അതായത് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേരുണ്ടാവും. അപ്പോൾ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പേര് തെളിയിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ ജെൻഡർ അത് കൃത്യമായിട്ടാണ് സെലക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കാസ്റ്റ് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് ഇവിടെ ഒരു ബോക്സ് കാണാം, അതായത് ബിലോങ് ടു OEC എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ OEC വിഭാഗത്തിന് ഉള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉള്ളവർ മാത്രമേ ഇവിടെ ടിക്ക് ചെയ്യാവൂ, അല്ലാത്തവർ ടിക്ക് ചെയ്ത്. കാരണം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ OEC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിസർവേഷനിലാണ് അലോട്ട്മെൻറ്റ്
കിട്ടിയതെങ്കിൽ അഡ്മിഷൻ കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ അത് ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തത് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇവിടെ കാണാം ജനറൽ എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റ് വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് നൽകുക. അപ്പോൾ ഈയവ തീയ ബില്ലാവ ആണെങ്കിൽ അതിൽ ETB വിഭാഗമായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഇസ്ലാം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കാറ്റഗറി മുസ്ലിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ കാറ്റഗറി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. വ്യൂ പ്രോസ്പെക്ടസ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇവിടെ കാണാം അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു PDF നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു PDF ഡൗൺലോഡ് ആയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ കോഡ് 1 എന്ന് പറയുന്നത് ജനറൽ ആണ്, അതുകൊണ്ടാണ് ഇതിൽ കൊടുക്കാത്തത്. അപ്പോൾ കോഡ് 2, കോഡ് 3, കോഡ് 4 ഈ ഒരു രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കട്ടിയിൽ കൊടുത്തത് കാണാൻ പറ്റും. അതായത് കട്ടിയിൽ ഇവിടെ കോഡ് 2 എന്ന് പറഞ്ഞിട്ട് ETB എന്നൊരു കട്ടിയിൽ കൊടുത്തത് കാണാം. കോഡ് 3 മുസ്ലിം കട്ടിയിൽ കൊടുത്തത് കാണാം. അതുപോലെ കോഡ് 4 ലാറ്റിൻ കത്തലിക് SIUC ആംഗ്ലോ ഇന്ത്യൻ ഇതും കട്ടിയിലായിട്ട്, അതായത് ബോൾഡ് ലെറ്ററിൽ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരായിട്ട് കട്ടി കുറച്ചിട്ട് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കട്ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കട്ടി കുറഞ്ഞ രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിലാണോ ഉൾപ്പെടുന്നത് അതിൻ്റെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു കാറ്റഗറി തന്നെയല്ലേ നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള കാറ്റഗറി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ETB എന്നത് ഉദാഹരണമായിട്ട് പറയാൻ കാരണം ഇവിടെ ഈയവ ബില്ല അതുപോലെ തന്നെ തീയ അതുപോലെ തന്നെ ഉള്ള വിവിധ വിഭാഗങ്ങൾ അതിൽ ETB കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തെറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പുവരുത്തുക. കാരണം ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാലുള്ള പ്രധാന പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തിലുള്ള സീറ്റാണ് കിട്ടിയത്. എന്നാൽ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ അത് നിങ്ങൾ കാറ്റഗറി നൽകുമ്പോൾ തെറ്റിപ്പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റുകളൊന്നും ആപ്ലിക്കേഷനിൽ വരുത്തരുത്. അതുകൊണ്ട് തന്നെ കാറ്റഗറി തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസ് കൊടുക്കുക. ഉണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് വരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് സ്പോർട്സിൻ്റെ പങ്കെടുത്തിട്ടുണ്ടോ, അതുപോലെ വിവിധ NMMS, അതുപോലെ NTSC, USS LSS പരീക്ഷ എഴുതിയിട്ടുണ്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വല്ല ക്ലബ് സർട്ടിഫിക്കറ്റുകൾക്കും മറ്റും കാര്യങ്ങൾക്കും നിങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ അത് ടിക്ക് ചെയ്യാവൂ. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ വെദർ ബിലോങ് ടു ലിങ്ക് മൈനോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ലാംഗ്വേജ് മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആണെങ്കിൽ മാത്രം ഇവിടെ ടിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ടിക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ മൈനോറിറ്റി ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ലാംഗ്വേജ് മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് മൈനോറിറ്റി ആണെന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ തമിഴൊക്കെ ലാംഗ്വേജ് മൈനോറിറ്റി ആയിരിക്കും, അങ്ങനെയെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ആ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആണെങ്കിൽ മാത്രമേ അത് സെലക്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ബാക്കിയുള്ളത് ഇവിടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണോ, അതുപോലെ ഏബിൾഡ് ടൈപ്പ് എന്താണ്, എത്ര പെർസെൻറ്റേജ് ആണ് അതായത് അംഗവൈകല്യമുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ അംഗവൈകല്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും നൽകേണ്ടതില്ല. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളുടെ സ്റ്റേറ്റ്, ജില്ല, താലൂക്ക്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റിയാണോ, കോർപ്പറേഷനാണോ എന്നുള്ളതാണ് ലോക്കൽ ബോഡി എന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇത് കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ ഇമെയിൽ ID കറക്റ്റായിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ, അതുപോലെ പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്യാവൂ. EWS സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് യെസ് എന്ന് കൊടുക്കരുത്, നോ എന്നാണ് സെലക്ട് ചെയ്യാവൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് വിവിധ EWS റിസർവേഷൻ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിങ്ങൾ അവിടെ യെസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ EWS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നോ എന്ന് സെലക്ട് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നോ എന്നായിരിക്കും. അത് കൃത്യമായിട്ട് നോ എന്നാണെന്ന് ഉറപ്പുവരുത്തുക. EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യെസ് എന്ന് സെലക്ട് ചെയ്യാവൂ. അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികളുടെ സ്കീമും ഡീറ്റെയിൽസും കാണാൻ പറ്റും, അതായത് SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ്. ഇതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി സബ്മിറ്റ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള ആ ഒരു ഭാഗമാണ് ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻസ് നൽകാനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്ന സ്കൂള്, കോഴ്സ്, കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ആ ഒരു ഓപ്ഷന് നേരെയുള്ള പെൻസിൽ ഐക്കൺ ഉണ്ടാവും എഡിറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു ബിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബിന്നിൻ്റെ ഇതിൽ ക്ലിക്ക്
ചെയ്യുമ്പോൾ അത് റിമൂവ് ആവും. അതുപോലെ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനത്താണ് ഓപ്ഷൻ വരേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ടാണെങ്കിൽ ഒന്നാമത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്താണ്, നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷനായിട്ട് കൊടുക്കേണ്ട സ്കൂളിൻ്റെ കോഡ് എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്, ബയോളജി സയൻസ് ആണെങ്കിൽ ബയോളജി സയൻസ് കൊടുക്കുക. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോഴ്സ് നൽകുന്ന സമയത്ത് അതിൻ്റെ കോമ്പിനേഷൻ ഒന്നും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട, അതായത് ഓൾറെഡി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻസ് പൂർണ്ണമായി ഒഴിവാക്കി നിങ്ങൾക്ക് വീണ്ടും പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണമെങ്കിലോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കൊടുക്കുക, അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം കൊടുക്കുക, അതുപോലെ തന്നെ കോഴ്സ് കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതും കറക്റ്റായിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി വേണ്ട സ്കൂളും കോഴ്സൊക്കെ നൽകിയ ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലത്തെ പേജാണ് കാണാൻ പറ്റുക. അതായത് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം രജിസ്റ്റർ നമ്പർ, അതുപോലെ റോൾ നമ്പർ, ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ഏതെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ വേറെ ഒരു ഡീറ്റെയിൽസും ഇവിടെ നൽകേണ്ടതായിട്ട് വരുന്നത് ല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നൽകേണ്ടതായിട്ട് വരുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ നൽകാനായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ക്ലബ് സർട്ടിഫിക്കറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റിൻ്റെ അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ അതിലുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അപ്ലോഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അത് സബ്മിറ്റ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒരു പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള പേജിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും കാറ്റഗറി തെറ്റിപ്പോയിട്ടുണ്ടോ, പേര് തെറ്റിപ്പോയിട്ടുണ്ടോ, അഡ്രസ്സ് തെറ്റിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിപ്പോയിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ, അതുപോലെ നൽകിയിട്ടുള്ള വേണ്ട സ്കൂളിലും കോഴ്സിലൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ലേ എന്നിങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് ആ ഒരു പച്ച കളർ പേജിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്നതോടുകൂടി ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അതായത് അവിടെ അത് പച്ച കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മാത്രമാണ് അത് ആ ഒരു ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഒരു 2 തവണ ചെക്ക് ചെയ്ത ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പച്ച കളർ പേജിൽ തന്നെ ഓരോ ഭാഗത്തിൻ്റെ നേരെയായിട്ടും എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും ഏതെങ്കിലും ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് അത് കൂടുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ അവസാനം എത്തും. അപ്പോൾ സബ്മിറ്റ് ഓളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നേരെ എത്തുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രിൻറ്റ് ചെയ്യാനായിട്ട്, അതായത് PDF പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്കായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് എടുക്കാവുന്നതാണ്. ഇതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. അത് ആപ്ലിക്കേഷൻ കൺഫേം ആയി. ഇനി പിന്നീട് എഡിറ്റ് ചെയ്യാൻ യാതൊരുവിധ എഡിറ്റുകളും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി പിന്നീടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഈ ഒരു അലോട്ട്മെൻറ്റുകൾ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് ടെമ്പററിയോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷനൊക്കെ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത ശേഷം കൺഫേംഡ് ആണോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. കൺഫേംഡ് ആണോ എന്ന് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ പേജിൽ പോവുക. അപ്പോൾ അവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് യാതൊരുവിധ നിർബന്ധവുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.